Dear students, today we are going to discuss 15 questions from the chapter amines. So first question, the correct order of basic strength in aqueous solution. So in aqueous solution, basic strength follows the order secondary, primary, tertiary. If alkyl group is methyl. If R group is other than methyl, then secondary, tertiary, primary. If R group is other than methyl, here methyl substituted amines. So the answer should be secondary, primary, tertiary. So the answer is A. A is the answer. So second question is this one. Identify the compound that will react with the Hinsberg reagent to give a solid which dissolves in alkali. So primary amines react with the Hinsberg reagent to give a precipitate which is soluble in alkali. So the answer should be a primary amine. So the primary amine here is C. So primary amine should contain NH2 group. So the answer is C is the answer. Okay. The third question is the reagent R ആണ് നമുക്ക് വേണ്ടത് അല്ലേ. So here diazotization നടക്കുന്നു. It is converted to diazonium salt. Here this diazonium salt is undergoing reduction to form benzene derivative, isn't it? So diazonium saltനെ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാർ എഥനോൾ അല്ലെങ്കിൽ H3PO2 ആണ്. Here the given answer is CH3CH2OH, ethanol. Then fourth one, which of the following reactions will not give primary amine എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന primary amine ആണ് CH3CH2NH2 is the product. Here the product is CH3NHCH3 ആണ്. Secondary amine ആണ്. ഇവിടെയും CH3CH2NH2 primary amine കിട്ടും. ഇവിടെയും കിട്ടുന്ന CH3NH2 ഹോഫ്മാൻ ബ്രോമൈഡ് ആണ്. സോ പ്രൈമറി അമൈൻ കിട്ടാത്ത ഏതാണ്? ഐസോസൈനൈഡ്സ് ആണ്. ഇതാണ് ആൻസർ. ബി ഈസ് ദി ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രോഡക്റ്റ് എ എന്ന് പറയുന്നത് CH3CH2CN ആണ്. പാർഷ്യൽ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അമൈഡാണ്. CONH2 കിട്ടും. ഇത് ഹോഫ്മാൻ ബ്രോമൈഡ് ആണ്. അപ്പോൾ CO ഗ്രൂപ്പ് മുമ്പ് കിട്ടുന്ന സാധനം എന്താ? CH3CH2CH2NH2 കിട്ടണം. ദിസ് ഈസ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. സോ അയഡൈഡ് സയനൈഡ് ആകുന്നു. പാർഷ്യൽ ഹൈഡ്രോളിസിൽ സയനൈഡ് ഹമൈഡായിട്ട് മാറും. ദിസ് ഈസ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. CO ഗ്രൂപ്പ് മാറും. സോ ദി ആൻസർ ഈസ് പ്രൊപ്പൈൽ അമൈൻ. A is the answer. So next one, which of the following amines will not undergo carbylamine reaction? Carbylamine reaction is given by primary amines. RNS2. അല്ലേ? പ്രൈമറി അമൈൻസ് മാത്രമേ തരത്തുള്ളൂ. ഇതിൽ നോക്കിക്കേ, N-methyl ethanamine. This is ethanamine. NH2. അതിൽ എച്ച് മാറി ആര് വരുന്നു? മീഥൈൽ വരുമ്പോഴാണ് N-methyl ethanamine എന്ന് പറയുന്നത്. ഇത് സെക്കൻഡറി അമൈൻ ആണ്, പ്രൈമറി അല്ല. സോ ഇറ്റ് കനോട്ട് ഗീവ് carbylamine reaction. All others are primary amines. Which of the following can be prepared by Gabriel thalamide synthesis എന്നാണ് ചോദ്യം. So Gabriel thalamide synthesis is used for the preparation of aliphatic primary amine. എന്താണ് aliphatic primary amine ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരിക്കലും അരോമാറ്റിക്കിന് പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2-amino toluene ആണ്. ഇത് ടൊളുവിൻ ഇങ്ങനെ വരണം. ഇത് അരോമാറ്റിക് ആണ്, പോസിബിൾ അല്ല. ആൻലിൻ പോസിബിൾ അല്ല. 4-bromine ആൻലിൻ പോസിബിൾ അല്ല. പിന്നെ ഏതാണ്? അലൈൽ അമൈനാണ്. അലൈൽ അമൈൻ എന്ന് പറയുമ്പോൾ അലിഫാറ്റിക് ആണ്. അലിഫാറ്റിക് പ്രൈമറി അമൈൻസിന് മാത്രമേ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. 8th ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അസറ്റൈലേഷൻ ആണ്. അപ്പോൾ അസറ്റൈലേറ്റ് ചെയ്യുമ്പോൾ H മാറിയിട്ട് COCH3 വരും. അപ്പോൾ NHCOCH3 ആണ് X എന്ന് പറയുന്നത്. അതിലേക്ക് ആര് വരുന്നു? COCl വരികയല്ലേ. അപ്പോൾ COCl വരുമ്പോൾ
ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. ചെയ്യുമ്പോൾ ഇവിടുത്തെ എച്ചും ഈ എച്ചും സി എല്ലും കൂടെ എച്ച് സി എൽ അങ്ങ് മാറും. ബാക്കി എന്താ കിട്ടുന്നത്? ഈ സി എൽ അങ്ങ് മാറുകയാണ്. ഈ സി എല്ലും എച്ചും കൂടെ എച്ച് സി എൽ മാറി ബാക്കി എന്താ കിട്ടും? CO CS2Cl വരും. അതായത് അനിലിനിലെ അസറ്റൈലേഷനാണ്. അനിലിൻ അസറ്റൈലേറ്റ് ചെയ്യുമ്പോൾ ഇത് NHCOCS3 കിട്ടും. ഇത് AlCl3 ആണ്, ഇലക്ട്രോൺ ഡിഫിഷ്യൻ്റ് ആണ്. ഇയാൾ ഈ Cl മൈനസിനെ പിടിച്ചുകൊണ്ട് പോകും. കാരണം COCl ക്ലോറിൻ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാം. കാരണം CO ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയതുകൊണ്ട്. സോ ഇത് സാധനം ClCS2CO+ ആയിട്ട് മാറും. അതെവിടെ പോകും? ഇതിൻ്റെ പാരാ പൊസിഷനിൽ പോകും. ഇതിൻ്റെ പാരയിലുള്ള എന്താണ് H+ മാറിയിട്ട് ഈ COCS2Cl വരും. സോ ദി ആൻസർ ഈസ് A is the answer. സോ IUPAC നെയിമാണ് ചോദ്യം. ഇവിടെ പാരന്റ് ചെയിൻ 1, 2, 3 ആണ്. ഇപ്പോൾ പ്രൊപ്പ് 2 1 അമൈൻ ആണ് അല്ലേ? പ്രൊപ്പ് 2 1 അമൈൻ. അതിൽ ഇതിൻ്റെ പാരന്റ് എന്ന് പറയുന്നതാണ് പ്രൊപ്പ് 2 1 അമൈനാണ് പാരന്റ്. ഇത് എന്നിലാരുണ്ട്? മീഥൈൽ. അപ്പോൾ എന്താ എൻ്റെ പേര്? N മീഥൈൽ. N മീഥൈൽ പ്രൊപ്പ് 2 1 അമൈൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഓർഗാനിക് കോമ്പൗണ്ട് A on treatment with ammonia gives B, which on heating gives C. അപ്പോൾ ഇത് അമൈഡാണ് അല്ലേ? അമൈഡ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഗിവ്സ് എന്നാണ് ഈഥൈൽ അമൈൻ. അപ്പോൾ ഈഥൈൽ അമൈൻ കിട്ടുകയാണ്. ഇതാണ് ഈഥൈൽ അമൈൻ. ഈഥൈൽ അമൈൻ കിട്ടണമെങ്കിൽ ഇതാരാണ്? ബ്രോമിനും KOHും. ഇത് C ആണ്. ഇത് CS3 CS2 CONS2 ആണ്. C. B എന്ന് പറയുന്നത് ഇത് B കൊണ്ട് ചേരുമ്പോൾ കിട്ടുന്ന സാധനമാണ് അല്ലേ? A on treatment with ammonia gives എന്താണ്? B കിട്ടുന്നു. B on heating C gives എന്നാണ് C കിട്ടുന്നു. C ആണ് തരുന്നത്. അപ്പോൾ A ഷുഡ് ബി എന്തായിരിക്കണം? ആസിഡ് ആയിരിക്കണം. A അപ്പോൾ എന്തായിരിക്കണം? CS3 CS2 COOH ആയിരിക്കണം. A is CS3 CS2 COOH ആണ്. നെക്സ്റ്റ് വൺ, ഹയസ്റ്റ് PKB വാല്യൂ. നമുക്കറിയാം ഹയർ ദി KB ഓർ ലോവർ ദി PKB ഗ്രേറ്റർ വിൽ ബി എന്തായിരിക്കും? ബേസിക്സ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതായത് ഹയർ ദി വാല്യൂ ഓഫ് KB അല്ലെങ്കിൽ ലോവർ ദി വാല്യൂ ഓഫ് PKB ഗ്രേറ്റർ വിൽ ബി എന്തായിരിക്കും? ബേസിക് സ്ട്രെങ്ത്. അപ്പോൾ ഹയസ്റ്റ് PKB എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ബേസിക് ആണ്. അപ്പോൾ ലീസ്റ്റ് ബേസിക് ആരാണ്? അമോണിയേക്കാളും ലെസ് ബേസിക് ആണ് അരോമാറ്റിക് അമൈൻസ്. അമോണിയേക്കാളും മോർ ബേസിക് ആണ് അലിഫാറ്റിക് അമൈൻസ്. രണ്ടും അലിഫാറ്റിക് ആണ്. ഇത് അരോമാറ്റിക്. അപ്പോൾ ലീസ്റ്റ് ബേസിക് ആരാണ്? ദിസ് വൺ, അനിലിനാണ്. അപ്പോൾ മാക്സിമം PKB ആർക്കാണ്? ഫോർ അനിലിൻ. നെക്സ്റ്റ് വൺ, മീഥൈലമൈൻ റിയാക്ട് വിത്ത് HNO2. മീഥൈലമൈൻ HNO2മായി ചേരുമ്പോൾ ആൽക്കഹോളായിട്ട് മാറും അല്ലേ? CS3OH. CS3OH കിട്ടും, N2 കിട്ടും, പ്ലസ് H2O കിട്ടും. ഇപ്പോൾ N2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കഹോളാണ്. സോ ദി ആൻസർ ഈസ് C. നെക്സ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് ദി പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. അപ്പോൾ എന്താ മാറും? ഇവിടെ CO ഗ്രൂപ്പ് മാറിയിട്ട് CS3NS2 കിട്ടും. അപ്പോൾ ഫസ്റ്റ് കിട്ടേണ്ടത് ഈ CO ഗ്രൂപ്പ് മാറിയിട്ട് NS2 വരും. അതിലേക്ക് ബെൻസോയിലേഷനാണ്. H മാറി COCH5 കിട്ടണം. അപ്പോൾ ഇവിടെ കിട്ടേണ്ടത് CS3NS2 വരണം. NHൽ H മാറിയാരാണ്? COC6H5. അപ്പോൾ C ആണ് കിട്ടേണ്ട ആൻസർ. ആൻസർ ഈസ് C. നെക്സ്റ്റ് വൺ, ദിസ് ഈസ് അസറ്റൈലേഷൻ ആണ്. അസറ്റൈലേറ്റ് ചെയ്യുമ്പോൾ H മാറിയിട്ട് COCS3 ഗ്രൂപ്പ് വരും ഇവിടെ. അപ്പോൾ ഫസ്റ്റ് കിട്ടേണ്ടത് A എന്ന് പറയുന്നത് NHCOCS3. ഇവിടെ CS3 ഉണ്ട്. ബ്രോമിനേറ്റിയം എന്താണ്? ഓർത്തോയിൽ എന്ത് വരും? ബ്രോമിൻ കിട്ടും. ഓക്കെ. ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴോ ഇത് മാറിയിട്ട് NS2 ആയിട്ട് മാറും. സോ ദി ആൻസർ ഈസ് C ആണ്. C ഈസ് ദി ആൻസർ. സോ ഹിയർ D ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A എന്ന് പറയുന്നത് ഡയസറ്റൈസേഷൻ ആണ്. അപ്പോൾ C6H5
N2Cl ആണ്. ഇതാണ് എ. ഇത് സാൻമയേഴ്സ് റിയാക്ഷൻ. അപ്പോൾ എന്തായിട്ട് മാറും? C6H5 CN ആയിട്ട് മാറും. ഇത് റിഡക്ഷനാണ്. സി എന്ന് പറയുന്നത് C6H5 CS2NS2 ആണ്. ഇതിനെ HNO2 റിയാക്ട് ചെയ്യുന്നത് ആൽക്കഹോൾ ആകും. അപ്പോൾ ഇത് NH2OH ആയിട്ട് മാറും. ഇതാ കിട്ടേണ്ടത്. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. So the answer is C6H5CS2OH. So these are the 15 questions from amines. Thank you.